ഗ്രാമങ്ങൾ നഗരങ്ങളെ അനുകരിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഒരുപാട് നാടൻ കലകളാണ്. അവയിലൊന്നായ തുള്ളുവൻ പാട്ട്. ഒപ്പന വയനാട്ടിലെ ആദിവാസി നൃത്തം. നാടൻ പാട്ട്. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം നാട്ടിപ്പണിയേ, വീട്ടിലുള്ള ആണുങ്ങളെല്ലാം വെള്ളം അടിച്ച് കിറങ്ങി നടപ്പേ. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം നാട്ടിപ്പണിയേ, വീട്ടിലുള്ള ആണുങ്ങളെല്ലാം വെള്ളം അടിച്ചു കിറങ്ങി തിരിഞ്ഞും മറിഞ്ഞും കുഴഞ്ഞു. ഉത്സവങ്ങളുടെ നാടായ കൊച്ചു കേരളം. ചിരികൾ വ്യത്യസ്തമാണല്ലോ. ശ്രദ്ധിക്കാം. ഒരു കോഴി വളർത്തുന്നാൽ ചിരിച്ചാൽ എങ്ങനെയിരിക്കും ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സോഡ കമ്പനിയിലെ ജീവനക്കാരൻ ചിരിച്ചാൽ അതുപോലെ ഞങ്ങളുടെയൊക്കെ കൂർക്കം വലി വ്യത്യസ്തമാണ്. ഇതാ ഒരു കോളേജ് കുമാരൻ കൂർക്കം വലിച്ചാൽ. ഇനി കോളേജ് കുമാരിയോ? അതുപോലെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചുമ വ്യത്യസ്തമാണ്. ഇതാ ഒരു എഞ്ചിൻ ഡ്രൈവർ ചുമച്ചാൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. തീവണ്ടിയുടെ എഞ്ചിൻ ഡ്രൈവർ ചുമച്ചാൽ ഒരു വീട്ടിൽ മരണം നടന്നു. അവരുടെ മക്കൾ വ്യത്യസ്ത ജോലിക്കാരായിരുന്നു. മൂത്ത മകൻ ഒരു സൈറൺ ഓപ്പറേറ്റർ ആയിരുന്നു. അയാളുടെ പ്രതികരണം ശ്രദ്ധിക്കാം. ഇളയ മകൻ ബസ്സിലൊരു ക്ലീനർ ആയിരുന്നു. അപ്പാ എന്താണപ്പാ രണ്ടാട്ടാ മൂക്കിന്റെ അങ്ങോട്ട് കേറി ഇന്നൂടെ എത്ര സല്യൂട്ടാടാ. പിള്ളേർക്കെല്ലാം ശവം എടുക്കാനാകുമ്പോ കണ്ടാ പോരെ പന്തുണ്ടായത്. ഇതാ അതുപോലെ തന്നെ നാടക നടന്മാർ. രണ്ട് നാടക നടന്മാർ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ശ്രദ്ധിക്കാം. ചേട്ടാ 5 മണിക്കുള്ള ബസ് പോയോ? ഇല്ല. 5 മണിക്കുള്ള ബസിന്റെ 4 ടയറും പഞ്ചറാ. അപ്പോ ഇനി ആറേക്കാനുള്ള തുളസി മാത്രമേ ഉണ്ടാക്കൂ, അല്ലെങ്കിൽ ഇല്ല. തുളസി ഒരിക്കലും വരില്ല. ആളില്ലാത്തത് കാരണം മോഡേൺ യുഗത്തിലെ സ്ത്രീകളുടെ നടത്തം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം.
മോഡേൺ യുഗത്തിൽ നടത്തം എന്ന് പറഞ്ഞാൽ ഇതാ ഇതാ കമാ. ഇനി അതെ, ഇതേ സ്ത്രീയുടെ തനി നിറം കാണണമെങ്കിൽ നല്ല തിരക്ക് പിടിച്ച ഒരു റോഡിലെത്തണം. ആ റോഡ് ക്രോസ് ചെയ്യുന്ന രംഗം ഒന്ന് ശ്രദ്ധിക്കാം. ഉപകരണങ്ങൾക്ക് ജന്മം നൽകി ഞങ്ങൾ അനുകരിച്ച് അവതരിപ്പിക്കുന്നു ഒരു സംഗീത കച്ചേരി. നമസ്കാരം. അപ്പോ തുടങ്ങാം. സോഫ്റ്റ് ആയിട്ട്. അല്ല, ചാരയുടെ പാടുന്ന ആള് ഞാൻ നീയാ? പോലെ ഗ്ലാമർ പോലെ. അല്ല അല്ല, ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ നിന്റെ ആവശ്യമില്ല കേട്ടാ. നിന്നെ എന്തിനാ ഞാൻ കൊണ്ടുവന്നിനടാ? എന്തിനാന്ന് കൊണ്ടുവന്നത്? കൊണ്ടുവന്നെ പറ. എന്തിനാ കൊണ്ടുവന്നത്? എന്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ വായിക്കുന്ന ആളൊക്കെ തട്ടിപ്പോയി. അല്ല വന്നില്ല ഇന്ന്. അവൻ വരൂല്ല. കാശ് കൊടുക്കണം. അല്ല, ഞാൻ കാശ് കൊടുക്കാറുണ്ട്. അപ്പൊ നീ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ വായിക്കും, അതുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത്. നാട്ടുകാരും പറയുന്നുണ്ട്, വീട്ടുകാരും പറയുന്നുണ്ട്. എന്നെ മോൻ താണ്ടാ പറയല്ല, അങ്ങനെയാണല്ലോ. അത്ര ഗ്ലാമർ അല്ല എനിക്ക്. അപ്പൊ നീ ഇതിന് പോകുന്ന പോലെ എനിക്ക് തബല വായിക്കാൻ അറിയാം. തവള പിടിക്കാൻ അറിയാവോന്ന്? മോനെ, ഞാൻ ഭയങ്കര തവള പിടുത്തക്കാരനല്ലേ? അല്ല, ഈ വയലിൻ വയലല്ലേ തവള പിടിക്കുന്നത്? അപ്പൊ ഈ ഗിറ്റാർ അറിയാം? കിട്ടാറുണ്ടോന്ന് ഒരു 10-50 എണ്ണം വരെ ഡെയിലി കിട്ടും. അപ്പൊ ഈ ഓർഗൻ ഓർക്കാനുണ്ടോന്ന് ഇതെന്റെ മോനിത് മറക്കാൻ കഴിയാ? എനിക്ക് എന്തെങ്കിലും അടിക്കാൻ അറിയാം ഇതിന് വേണുന്നത്. അല്ല, ഇതിന് വേണുന്ന കടം. കടത്തിന്റെ പരിപാടി ഇല്ല. അല്ല, കടല്ല, ഘടം ഘടം ഘടം. ഗഡം. അത് ഇംഗ്ലീഷ് പറയണ്ട നീ. അല്ല, ഞാൻ തമിഴല്ലേ പറഞ്ഞു. അടിക്കൂ, നീ തുടങ്ങിക്കോ. അല്ല, അതിന്റെ ആവശ്യമില്ല. സാരില്ല, ഇരുമ്പിന് പിടിച്ച് പാടിയാൽ മതി. ഇടയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാവർക്കും ഒരുപോലെ ഇല്ലല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് നീ പിടിച്ചു പാടിക്കോ. പാടൂ, എന്നാലല്ലേ വയലിൻ വായിക്കാൻ പറ്റൂ. അല്ല, താൻ ഈ സർഗം എത്ര എണ്ണം ഉണ്ട്? സർഗം ഞാൻ 3 കണ്ടു. എത്ര എണ്ണം? 3 കണ്ടു. ഇത് എത്രയാടാ? ഇത് 3. 3. 1, 2, 3. പിന്നൊന്ന് ബാലൻസ്. അയ്യോ, ഇത് ജന്മനാ മടങ്ങൂല്ലാത്ത. കൊണ്ടുപോയി വെട്ടി കളയുടെ കൂടെ സമയം ചേട്ടാക്കുന്നു. തുടങ്ങാല്ലേ? ഈ ലാസ്റ്റ് വെച്ച സൗണ്ട് ഇല്ലേ എന്റെ മോനെ, അത് പിന്നെ വെക്കല്ലേ. വയലിനാകെ ഇനി ഒരു കമ്പി കൂടെ ഉള്ളു ബാക്കി. തുടങ്ങി. വാതാപി ഗണപതി ബജേ ഹൗ, വാതാപി ഗണപതി ബജേ ഹൗ, വാരണാസ്യോ